നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് വാഡിസോഫ് സ്പിൽമാൻ്റെ ഇൻ ദ ആറ്റിക് എന്ന പാഠഭാഗമാണ്. പോളിഷ് ജൂത പിയാനോ വാദകനും സംഗീത സംവിധായകനുമായ വാഡിസോഫ് സ്പിൽമാൻ്റെ ഓർമ്മക്കുറിപ്പാണ് ദ പിയാനിസ്റ്റ്. ഇതിൽ നിന്നാണ് നമുക്ക് പഠിക്കാനുള്ള ഇൻ ദ ആറ്റിക് എന്ന പാഠഭാഗം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കഥാപശ്ചാത്തലം എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് വാർസോയിലെ ജൂതന്മാരുടെ ദുരിതപൂർണമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ചാണ് സ്പിൽമാൻ ഇതിനകത്ത് സംവദിക്കുന്നത്. അപ്പോൾ എന്താണ് ആ കാലഘട്ടം എന്ന് ചുരുക്കി ഒന്ന് പറയാം. 1933 മുതൽ 1945 വരെ അഡോൾഫ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ നാസി ജർമ്മനി രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ സ്ഥാപിച്ചതാണ് തടങ്കൽ പാളയങ്ങൾ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ. അവിടെ ഒരുപാട് ജൂതന്മാരെ തടവുകാരാക്കുകയും പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പ്രധാനമായിട്ടും ജൂതന്മാരെ കൊന്നിരുന്നത് ഗ്യാസ് ചാമ്പറുകളായിരുന്നു. അപ്പോൾ സ്പിൽമാൻ തൻ്റെ കുടുംബത്തോടൊപ്പം ഈ വാർസോ ഗെറ്റയിൽ താമസിക്കുകയും പിന്നീട് നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് നാട് കടത്തുന്നത് ഒഴിവാക്കാനായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ ഒളിച്ച് താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. ജൂതനായ സ്പിൽമാൻ ജർമ്മൻ സൈന്യത്തിൻ്റെ കണ്ണ് വെട്ടിച്ച് ഒളിവിൽ താമസിക്കുന്ന കാലഘട്ടത്തിലെ ഓർമ്മകളാണ് ഈ ഒരു പാഠഭാഗത്തിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതിൻ്റെ ടൈറ്റിൽ ഇൻ ദ ആറ്റിക് എന്നാണ്. ആറ്റിക് എന്ന് വെച്ചാൽ തട്ടുംപുറം അല്ലെങ്കിൽ വീടിൻ്റെ മുകളിലത്തെ മുറി എന്നൊക്കെയാണ് അർത്ഥം. നമുക്ക് ഏതായാലും പാഠഭാഗത്തിലേക്ക് കടക്കാം. ഐ സ്ലാംഡ് ഓൺ ദ ചെയർ ബൈ ദ ലാഡർ ഡോർ. അപ്പോൾ ലാർഡർ എന്ന് വെച്ചാൽ ചെറിയ സ്റ്റോർ റൂമില്ലേ, അതിനാണ് ലാർഡർ എന്ന് പറയുക. അപ്പോൾ ഞാൻ ലാർഡറിൻ്റെ വാതിലിൻ്റെ തൊട്ടടുത്ത് ഞാൻ ഇരുന്നു എന്ന് പറയുകയാണ്. ഇറ്റ് വാസ് സം ടൈം ബിഫോർ ഐ സ്റ്റാമേർഡ് വിത്ത് ഡിഫിക്കൽറ്റി. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് കഴിഞ്ഞ് ബുദ്ധിമുട്ടോടെ വിറച്ചുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു ഡു വാട്ട് യു ലൈക്ക് ടു മീ, ഐ എം നോട്ട് മൂവിങ് ഫ്രം ഹിയർ. അല്ലേ, നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞാൻ ഇവിടെ നിന്ന് മാറില്ല എന്ന് പറയാണ്. നമ്മുടെ ആഖ്യാത ഒരു ജൂതനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ജർമ്മൻകാർ കണ്ടു കഴിഞ്ഞാൽ നേരെ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടുപോകും. അപ്പോൾ അവിടുന്ന് രക്ഷ നേടാനായിട്ട് അദ്ദേഹം ഒളിച്ചിരിക്കുകയാണ്. ഒരു സമയത്താണ് അദ്ദേഹത്തെ ഒരു ഓഫീസർ കണ്ടുമുട്ടുന്നത്. അപ്പോൾ ഓഫീസറോട് പേടിച്ചുകൊണ്ട് ഇയാൾ പറയാണ്, നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞാൻ ഇവിടെ നിന്ന് മാറില്ല എന്ന് പറയണം. ഐ ഹാവ് നോ ഇൻറ്റൻഷൻ ഓഫ് ഡൂയിങ് എനിത്തിങ് ടു യു, ദ ഓഫീസർ സെഡ്. അപ്പോൾ നമ്മുടെ സ്പിൽമാൻ പേടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ തിരിച്ച് ഓഫീസർ പറയാണ്, ഐ ഹാവ് നോ ഇൻറ്റൻഷൻ ഓഫ് ഡൂയിങ് എനിത്തിങ് ടു യു. അപ്പോൾ നിങ്ങളെ ഒന്നും ചെയ്യാൻ എനിക്ക് ഉദ്ദേശമില്ല എന്ന് ആ ഉദ്യോഗസ്ഥൻ പറയണം. ദെൻ ഹി ആസ്ക് മീ, എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, വാട്ട് ഡു യു ഡു ഫോർ എ ലിവിങ്. അപ്പോൾ നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് ആ ഓഫീസർ ചോദിക്കുകയാണ്. ഇങ്ങനെ റൂമിനകത്ത് പെട്ടെന്ന് പിടിക്കപ്പെട്ടപ്പോൾ ആൾ ചോദിച്ചു, നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് ചോദിച്ചപ്പോൾ ഐ ആം എ പിയാനിസ്റ്റ്. അപ്പോൾ ഞാനൊരു പിയാനിസ്റ്റ് ആണെന്ന്, ഞാൻ പിയാനോ വായിക്കുന്ന ആളാണെന്ന് സ്പിൽമാൻ പറയണം. ഹി ലുക്ക്ഡ് അറ്റ് മീ മോർ ക്ലോസ്ലി. അപ്പോൾ അദ്ദേഹം എന്നെ കൂടുതൽ സൂക്ഷ്മമായിട്ട് വ്യക്തമായിട്ട് ഇങ്ങനെ നോക്കുകയാണ്. ദെൻ ഹിസ് ഗ്ലാൻസ് ഫെൽ ഓൺ ദ ഡോർ ടു ദ അതർ റൂം. പിന്നെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മറ്റു മുറികളിലേക്കുള്ള വാതിലിൽ ചെന്ന് പെടുകയാണ്. എൻ ഐഡിയ സീം ടു ഹാവ് സ്ട്രക്ക് ഹിം. അപ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെയോ ആശയം തോന്നിയായിട്ട് എനിക്ക് തോന്നിയെന്ന് പറയണം. കം വിത്ത് മീ വിൽ യു. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞിട്ട് ആ ഓഫീസർ ഇദ്ദേഹത്തെ സ്പിൽമാനെ ആ റൂമിനകത്തേക്ക് കൊണ്ടുപോകണം. വി വെൻറ്റ് ഇൻ ടു ദ നെക്സ്റ്റ് റൂം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അപ്പുറത്തെ റൂമിലേക്ക് പോയി. വേർ എ പിയാനോ സ്റ്റുഡ് ബൈ ദ വാൾ. അപ്പോൾ ഞങ്ങൾ അതിന് അപ്പുറത്തുള്ള മുറിയിലേക്ക് പോയപ്പോൾ അവിടെ ഭിത്തിയിൽ ഒരു പിയാനോ ഉണ്ടായിരുന്നു. ദ ഓഫീസർ പോയിൻറ്റഡ് ടു ദ ഇൻസ്ട്രുമെൻറ്റ്, പ്ലേ സംതിങ്. അപ്പോൾ ഞാനൊരു പിയാനോ വാദകനാണെന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് പോയിട്ട് പിയാനോ കണ്ടപ്പോൾ ആ പിയാനോ ചൂണ്ടിക്കാട്ടി ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, എന്നാൽ എന്തായാലും വായിക്കൂ എന്ന് പറഞ്ഞു. ഐ ലുക്ക് എൻക്വയറിംഗ്ലി അറ്റ് ഹിം ആൻഡ് ഡിഡ് നോട്ട് മൂവ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ ചോദ്യഭാവത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ സ്പിൽമാൻ നല്ല പേടിയുണ്ട്, അതുകൊണ്ട് അദ്ദേഹം ഒരു ചോദ്യഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം പിടിക്കപ്പെട്ട് കഴിഞ്ഞു, എൻ്റെ ശബ്ദം കേട്ട് ഇനി അടുത്ത ഉദ്യോഗസ്ഥർക്ക് കയറി വരും. അപ്പോൾ ഹി ഒബ്വിയസ്ലി സെൻസ്ഡ് മൈ ഫിയേഴ്സ്. അപ്പോൾ എൻ്റെ ഭയം അദ്ദേഹത്തിന് മനസ്സിലായി, എനിക്ക് പേടിയുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. സിൻസ് ഹി ഹാഡ് എൻ റീഅഷ്യൂറിംഗ്ലി. അപ്പോൾ അദ്ദേഹം എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞാണ്, ഇറ്റ്സ് ഓൾ റൈറ്റ്, കുഴപ്പമില്ല, യു ക്യാൻ പ്ലേ, നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ചു. ഇഫ് എനി വൺ കംസ്, ഇനി നിൻ്റെ ഈ ഒരു പിയാനോ വായന കേട്ട് ആരെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ യു ക്യാൻ ഹൈഡ് ഇൻ ദ ലാഡർ, നിനക്ക് ആ ഒരു സ്റ്റോർ റൂമിൽ ഒളിച്ചിരിക്കാം. ആൻഡ് ഐ വിൽ സേ ഇറ്റ് വാസ് മീ ട്രൈങ് ദ ഇൻസ്ട്രുമെൻ്റ് ഔട്ട്. അല്ലേ, ഞാൻ ഉപകരണം പരീക്ഷിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഉപകരണം വായിക്കുകയായിരുന്നു പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഉദ്യോഗസ്ഥൻ ഇയാളെ കൊണ്ട് ഇത് വായിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. വെൻ ഐ പ്ലേസ്ഡ് മൈ ഫിംഗേഴ്സ് ഓൺ ദ കീബോർഡ് ദേ ഷുക്ക്. അപ്പോൾ ഞാൻ കീബോർഡിൽ എൻ്റെ വിരലുകൾ വെച്ചപ്പോൾ അതിങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി. ഐ ഹാഡ് ഇൻ പ്രാക്ടീസ് ഫോർ 2.5 years. കഴിഞ്ഞ 2.5 വർഷമായിട്ട് ഞാനിത് പ്രാക്ടീസ് ചെയ്തിട്ടില്ല. മൈ ഫിംഗേഴ്സ് വേർ സ്റ്റിഫ് ആൻഡ് കവേർഡ് വിത്ത് എ തിക്ക് ലെയർ ഓഫ് ഡേർട്ട്. അപ്പോൾ എൻ്റെ വിരലുകളാണെങ്കിൽ തടിച്ചതും അഴുക്ക് നിറഞ്ഞതുമായിരുന്നു പറയണം. ആൻഡ് ഐ ഹാഡ് നോട്ട് കട്ട് മൈ നെയിൽസ് ഫോർ സം വീക്സ്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ഞാൻ നെയിൽ പോലും കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റുമെന്നൊരു ഭയം സ്പിൽമാൻ ഉണ്ടായിരുന്നു. ഐ പ്ലേഡ് ചോപ്പിൻസ് നോക്ടേൺ ഇൻ സി ഷാർപ്പ് മൈനർ. അങ്ങനെ ഞാൻ ചോപ്പിൻസിൻ്റെ നോക്ടേൺ എന്ന് വെച്ചാൽ നിശാസംഗീതം, ഒരു തരത്തിലുള്ള ടൈപ്പ് മ്യൂസിക്കാണ്. അപ്പോൾ ഞാനൊരു രാത്രി പാടുന്ന നോക്ടേൺ മ്യൂസിക് ഞാൻ സി ഷാർപ്പ് മൈനറിൽ ഞാൻ വായിച്ചു.
വെൻ ഐ ഫിനിഷ്ഡ്, ഞാനത് കംപ്ലീറ്റ് ചെയ്ത സമയത്ത് ദ സൈലൻസ് സീംഡ് ഗ്ലൂമി ആൻഡ് എയറി. അപ്പോൾ ഞാൻ ആ പിയാനോ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞ സമയത്ത് ആ ഒരു നിശബ്ദത എന്ന് പറയുന്നത് വളരെ ഗ്ലൂമി ആയിട്ട്, വളരെ വിഷാദകരമായിട്ടും അതുപോലെ തന്നെ എയറി, വിചിത്രമായിട്ടും എനിക്ക് തോന്നിയത് പറയാണ്. ഐ ഹിയർഡ് എ ഷോട്ട് ഡൗൺ ബിലോ ഔട്ട്സൈഡ് ദ ബിൽഡിംഗ്. അപ്പോൾ കെട്ടിടത്തിന് താഴെ തെരുവിൽ വെച്ചൊരു വെടിവെപ്പ് ഞാൻ കേട്ടു എന്ന് പറയുന്നത്. കാരണം താഴത്തെ പട്ടാളക്കാരിങ്ങനെ ഈ ജൂതന്മാരെ അന്വേഷിച്ച് നടക്കുകയാണ്. കണ്ടു കഴിഞ്ഞാൽ വെടിവെക്കുക അല്ലെങ്കിൽ പിടിച്ചുകൊണ്ടുപോയിട്ട് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊന്നു കളയൂലേ. അപ്പോൾ പേടിച്ച് ഒളിച്ചിരിക്കുന്ന ആളുടെ മുന്നിലാണ് ഇത്തരത്തിലുള്ള ഒരു ഓഫീസർ കടന്നു വരുന്നതും ആ ഓഫീസർ അദ്ദേഹത്തിനോട് പിയാനോ വായിക്കാൻ വേണ്ടി പറയുന്നു. അപ്പോൾ പേടിച്ച് നമ്മുടെ സ്പിൽമാൻ അത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എ ഹാർഷ് ലൗഡ് ജർമ്മൻ നോയ്സ്. ഈ വെടിവെപ്പിന് ശേഷം ഉച്ചത്തിലുള്ള ഒരു ജർമ്മൻകാരൻ്റെ ശബ്ദം ഇങ്ങനെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ദ ഓഫീസർ ലുക്ക്ഡ് അറ്റ് മീ ഇൻ സൈലൻസ്. അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ എന്നെ ഇങ്ങനെ മൗനമായിട്ട് ഇങ്ങനെ നോക്കുകയാണ്. ആഫ്റ്റർ വൈൽ ഹി സൈഡ്. കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ നെടുവീർപ്പിട്ടു. ആൻഡ് മട്ടു എടുത്തിട്ട് അദ്ദേഹം പെറുവിറുക്കണം. ആൾ ദ സെയിം യു ഷുഡിൻ സ്റ്റേ ഹിയർ. അപ്പോൾ എന്നിരുന്നാലും നിങ്ങൾ ഇവിടെ താമസിക്കാൻ പാടില്ല എന്ന് പറയാണ്. ഐ വിൽ ടേക്ക് യു ഔട്ട് ഓഫ് ദ സിറ്റി ടു എ വില്ലേജ്. ഞാൻ നിങ്ങളെ ഈ നഗരത്തിന് പുറത്തൊരു ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് ആ ഓഫീസർ പറയണം. യു വിൽ ബി സേഫർ ദർ. അവിടെ നിങ്ങൾ സുരക്ഷിതരാകുമെന്ന് പറയണം. ഐ ഷുക്ക് മൈ ഹെഡ്. അപ്പോൾ ഞാൻ തല കുലുക്കി. ഐ കാൺ ലീവ് ദിസ് പ്ലേസ്. എനിക്ക് ഈ സ്ഥലം വിട്ട് പോകാൻ പറ്റില്ല. ഐ സെഡ് ഫേമിലി. ഞാൻ ഉറപ്പിച്ച് പറയണം. ഓൺലി നൗ ഡിഡ് ഹി സീം ടു അണ്ടർസ്റ്റാൻഡ് മൈ റിയൽ റീസൺ ഫോർ ഹൈഡിങ് എമംഗ് ദ റൂയിൻസ്. അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങൊക്കെ തകർന്ന് കിടക്കുന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ ഞാനിങ്ങനെ ഒളിച്ചിരിക്കാനുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് അദ്ദേഹത്തിന് ഇപ്പോഴാണ് മനസ്സിലായത്. യു ആർ ജൂയിഷ് ഹി ആസ്ക്ഡ്. നിങ്ങളൊരു ജൂതനാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഇവിടെ ജൂതന്മാർക്കെതിരെയാണ് ആക്രമണങ്ങൾ നടക്കുന്നത്. അവരുടെ വീടുകൾ തകർക്കപ്പെടുക, അവരെ പിടിച്ചുകൊണ്ടുപോയിട്ട് തടവിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാൾ ചോദിച്ചു, നിങ്ങളൊരു ജൂതനാണെന്ന് ചോദിച്ചപ്പോൾ സ്പിൽമാൻ പറയാണ് യെസ്, അതേ എന്ന് പറഞ്ഞു. യെസ് വെൽ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഓക്കെ. ഹി മർമേഡ്. അദ്ദേഹം ഇങ്ങനെ പെറുപിറുത്തു. ഇൻ ദാറ്റ് കേസ് ഐ സി യു റിയലി കാൺ ലീവ്. വേർ ആർ യു ഹൈഡിങ്. അതേന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ഉദ്യോഗസ്ഥൻ പറയാണ് നിങ്ങൾക്ക് ഇവിടെ വിട്ട് പോകാൻ കഴിയില്ല എന്ന് എനിക്ക് മനസ്സിലായി. വേർ ആർ യു ഹൈഡിങ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എവിടെയാണ് ഇവിടെ ഒളിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. ഇൻ ദ ആറ്റിക്. അപ്പോൾ സ്പിൽമാൻ പറഞ്ഞു ആറ്റിക്കിനകത്താണ്, തട്ടുംപുറത്താണ് ഞാൻ ഒളിച്ചിരിക്കുന്നത് പറഞ്ഞു. ഹി ഇൻസ്പെക്റ്റഡ് ദ ആറ്റിക് ആൻഡ് ഡിസ്കവേർഡ് സംതിങ് ഐ ഹാഡ് നോട്ട് യെറ്റ് നോട്ടീസ്ഡ്. അപ്പോൾ ഇവർ രണ്ടുപേരും തട്ടുംപുറത്ത് പോയിട്ട് സ്പിൽമാൻ ഒളിച്ചിരിക്കുന്ന ആ തട്ടുംപുറങ്ങ് നോക്കുമ്പോഴാണ് സ്പിൽമാൻ ഇതുവരെ കാണാത്ത ഒരു കാര്യം, ശ്രദ്ധിക്കാത്ത ഒരു കാര്യം അദ്ദേഹം കണ്ടെത്തിയത്. എ ലോഫ്റ്റ് മെയ്ഡ് ഓഫ് ബോർഡ്സ് ഡയറക്ട്ലി അബവ് ദ എൻട്രൻസ് ടു ദ ആറ്റിക്. അതായത് ഈ തട്ടുംപുറത്തേക്ക് പ്രവേശിക്കുന്നതിന് വാതിലിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു ലോഫ്റ്റ്, ഒരു അറയുണ്ട്. അതായത് ഏറ്റവും റൂഫിൻ്റെ തൊട്ട് താഴെയായിട്ടും ഇപ്പോൾ തട്ടുംപുറത്തേക്ക് കയറുന്ന വാതിലിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ഈ പലകകൾ കൊണ്ട് നിർമ്മിച്ച ഒരു മേൽത്തട്ടുള്ളത്. ദ ഓഫീസർ സെഡ് ഹി തോട്ട് ഐ ഷുഡ് ഹൈഡ് ഇൻ ദിസ് ലോഫ്റ്റ്. ഈ ഒരു മേൽത്തട്ടിലാണ് ഞാൻ ഒളിച്ചിരിക്കേണ്ടതെന്ന് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം നല്ലൊരു ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലമാണെന്ന് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു കൊടുത്തു. ഹി ആസ്ക്ഡ് ഇഫ് ഐ ഹാഡ് എനിത്തിങ് ടു ഈറ്റ്. എന്നിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു നിനക്ക് എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സ്പിൽമാൻ പറഞ്ഞു നോ ഐ സെഡ്. എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു. വെൽ നെവർ മൈൻഡ് ഹി ഹാഡ് ഇറ്റ് ഹേസ്റ്റ്ലി. അപ്പോൾ സാരമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് എന്താ ചെയ്തു, ഐ വിൽ ബ്രിങ് യു സം ഫുഡ്. ഞാൻ നിനക്ക് കുറച്ച് ഭക്ഷണം കൊണ്ടുവരാമെന്ന് ആ ഉദ്യോഗസ്ഥൻ പറയണം. ഓൺലി നൗ ഡിഡ് ഐ വെഞ്ചർ എ ക്വസ്റ്റ്യൻ ഓഫ് മൈ ഓൺ. ഇപ്പോഴാണ് ധൈര്യമായിട്ട് ഒരു ചോദ്യം ചോദിക്കാനായിട്ട് നമ്മുടെ സ്പിൽമാന് കഴിഞ്ഞത്. അദ്ദേഹം ചോദിച്ചു ആർ യു ജർമ്മൻ. നിങ്ങളൊരു ജർമ്മൻകാരനാണെന്ന് പേടിച്ച് ഈ സ്പിൽമാൻ ചോദിക്കുകയാണ്. ഹി ആൾമോസ്റ്റ് ഷൗട്ടഡ് ഹിസ് ആൻസർ ഇൻ അജിറ്റേഷൻ ആസ് ഇഫ് മൈ ക്വസ്റ്റ്യൻ ഹാഡ് ബീൻ ഇൻസൾട്ട്. അപ്പോൾ ഈ ഒരു ചോദ്യം കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് ആകെ ഒരു അപമാനം തോന്നിയ പോലെ കോപത്തോട് കൂടിയിട്ട് ഷൗട്ട് ചെയ്തിട്ട് അദ്ദേഹം പറയാണ് യെസ് ഐ ആം. അതെ, ഞാൻ ജർമ്മൻകാരനാണ്. ആൻഡ് അഷെയിംഡ് ഓഫ് ഇറ്റ്. അത് ആലോചിച്ച് എനിക്ക് ലജ്ജ തോന്നുന്നു. കാരണം ജർമ്മൻകാരായ ആളുകൾ ഈ പാവപ്പെട്ട ജൂതന്മാരെ കൊന്നൊടുക്കുന്നത് കാണുമ്പോൾ എനിക്ക് തന്നെ അതിൽ അതിയായ വിഷമമുണ്ടെന്ന് പറയുന്നുണ്ട്. ആഫ്റ്റർ എവറിഥിങ് ദാറ്റ്സ് ബീൻ ഹാപ്പനിങ്. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഞാൻ ലജ്ജിക്കുന്നു എന്ന് പറയണം. അബ്രപ്റ്റ്ലി പെട്ടെന്ന് തന്നെ ഹി ഷുക്ക് ഹാൻഡ്സ് വിത്ത് മീ ആൻഡ് ലെഫ്റ്റ്. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ കൈകൾ വന്ന് കുലുക്കിയിട്ട് ഷേക്ക് ഹാൻഡ് തന്നിട്ട് അദ്ദേഹം അവിടുന്ന് കടന്നു പോകാണ്ടായത്. 3 days പാസ്റ്റ് ബിഫോർ ഹി റീ അപ്പിയേർഡ്. ആ 3 ദിവസത്തിന് ശേഷം അദ്ദേഹം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഇറ്റ് വാസ് ഈവനിങ് ആൻഡ് പിച്ച് ഡാർക്ക് വെൻ ഐ ഹേർഡ് എ വിസ്പർ അണ്ടർ മൈ ലോഫ്റ്റ്. ഒരു വൈകുന്നേരമായിരുന്നു, നല്ല ഇരുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിരിക്കുന്ന ആ മേൽത്തട്ടിന് താഴെയായിട്ട് ചെറിയൊരു ശബ്ദം കേട്ടു, ഒരു വിസ്പർ, ഒരു മുറുമുറുപ്പ് കേട്ടു. എന്താണ്, ഹലോ ഹാർ യു ദർ. നിങ്ങളിവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണോ. യെസ് ഐ ആം ഹിയർ ഐ റിപ്ലൈഡ്. ഞാൻ ഇവിടെ ഉണ്ടെന്ന് സ്പിൽമാൻ റിപ്ലൈ കൊടുത്തു. സൂൺ ആഫ്റ്റർ വാട്സ് സംതിങ് ഹെവി ലാൻഡഡ് ബിസൈഡ് മീ. അപ്പോൾ അധികം താമസിയാതെ തന്നെ എൻ്റെ തൊട്ടടുത്ത് എന്തോ ഭാരമുള്ളത് വന്ന് വീണു. ത്രൂ ദ പേപ്പർ ഐ ഫെൽറ്റ് സെവറൽ ലോവ്സ് ആൻഡ് സംതിങ് സോഫ്റ്റ് വിച്ച് ലേറ്റർ ടേൺഡ് ഔട്ട് ടു ബി ജാം റാപ്ഡ് ഇൻ ഗ്രീസ് പ്രൂഫ് പേപ്പർ. പേപ്പറിൽ പൊതിഞ്ഞ ലോവ്സ്, അതായത് റൊട്ടി അല്ലെങ്കിൽ അപ്പം, അതുപോലെ തന്നെ ഒരു ഗ്രീസ് പ്രൂഫ് പേപ്പർ,
ഗ്രീസ് പ്രൂഫ് പേപ്പർ എന്ന് വെച്ചാൽ വളരെ വൃത്തിയുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ പൊതിയാനായിട്ട് ഉപയോഗിക്കുന്ന ഹൈജീനായിട്ടുള്ള ഒരു പേപ്പറാണ്. ആ പേപ്പറിനകത്ത് ജാം ചുറ്റിയിട്ടുണ്ട്. മാത്രമല്ല നല്ല സോഫ്റ്റ് അപ്പൊക്കെ കൂടിയായിട്ടാണ് ആ ഉദ്യോഗസ്ഥ പിന്നീട് എൻ്റെ അടുത്തേക്ക് വന്നതെന്ന് പറയണം. ഐ ക്വിക്ക്ലി പുട്ട് ദ പാക്കേജ് ടു വൺ സൈഡ് ആൻഡ് കോൾഡ് വെയിറ്റ് എ മൊമെൻറ്റ്. ഞാൻ പെട്ടെന്ന് തന്നെ പാക്കറ്റ് ഒരു വശത്തേക്ക് മാറ്റി വെച്ചിട്ട് വിളിക്കുകയാണ്. ഒരു നിമിഷം നിങ്ങൾ കാത്തു നിൽക്കുമെന്ന് പറയണം. ദ വോയിസ് ഇൻ ദ ഡാർക്ക് സൗണ്ടഡ് ഇംപേഷ്യൻറ്റ്. അപ്പോൾ ദ വോയിസ് ഇൻ ദ ഡാർക്ക്, ആ ഇരുട്ടിലുള്ള ആ ഒരു ശബ്ദം, അതായത് അവിടെ വന്നുള്ള ഓഫീസറുടെ ശബ്ദം എന്ന് പറയുന്നത് ഇംപേഷ്യൻ്റ് ആണ്, വളരെ ആകാംക്ഷയോട് കൂടി നിൽക്കുകയാണ്. വാട്ട് ഈസ് ഇറ്റ്, എന്താണെന്ന് ചോദിച്ചു. ഹറി അപ്പ്, വേഗം വേഗം പറയൂന്ന് പറഞ്ഞു. ദ ഗാർഡ് സോ മീ കം ഇൻ ഹിയർ ആൻഡ് ഐ മസ്റ്റിൻ സ്റ്റേ ലോങ്. അതായത് ഞാനിവിടേക്ക് വരുന്നത് കാവൽക്കാരായുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിവിടെ അധിക നേരം നിൽക്കാൻ പറ്റില്ല, വേഗം പറയാനുള്ളത് പറയുമെന്ന് പറഞ്ഞിട്ട് ആ ഓഫീസർ പറയണം. ജസ്റ്റ് ഹാങ് ഓൺ എ ഫ്യൂ മോർ വീക്സ്, ദ വാർ വിൽ ബി ഓവർ ബൈ സ്പ്രിങ് അറ്റ് ദ ലേറ്റസ്റ്റ്. ആ ഓഫീസർ പറഞ്ഞു കൊടുക്കുകയാണ്, കുറച്ച് ആഴ്ചകളെങ്കിലും നിങ്ങളവിടെ പിടിച്ചു നിൽക്കുമെന്ന് പറയാണ്. ദ വാർ വിൽ ബി ഓവർ, ഈ യുദ്ധം അവസാനിക്കും, ബൈ സ്പ്രിങ് അറ്റ് ദ ലേറ്റസ്റ്റ്, ഈ ഒരു പുതിയ വസന്തത്തോട് കൂടിയിട്ട് ഈ ഒരു യുദ്ധം ഇവിടെ അവസാനിക്കുന്ന ആ ഓഫീസർ പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പരമാവധി നിങ്ങൾ ഈ നിൽക്കുന്ന ഈ ഒരു ഒളിവ് കേന്ദ്രത്തിൽ തന്നെ നിൽക്കണം, പുറത്തേക്ക് പോകരുതെന്ന് പറയണം. ദ വോയിസ് ഫെൽ സൈലൻറ്റ്. ഐ ഡിഡ് നോട്ട് നോ ഇഫ് ദ ഓഫീസർ വാസ് സ്റ്റിൽ ദർ ഓർ ഹി ഹാഡ് ഗോൺ. അപ്പോൾ ഈ ആറ്റിക് റൂമിനകത്ത് നിൽക്കുന്ന എനിക്കുള്ള റിപ്ലൈ തരുന്നത് താഴത്ത് വന്നിരിക്കുന്ന ഓഫീസറാണ്. അപ്പോൾ ആ ഓഫീസറുടെ ശബ്ദം വളരെ നിശബ്ദമായിട്ട് മാറി. ഐ ഡിഡ് നോട്ട് നോ, എനിക്കറിയില്ല, ഇഫ് ദ ഓഫീസർ വാസ് സ്റ്റിൽ ദർ, അവിടെ എപ്പോഴും ഓഫീസർ ഉണ്ടോ, ഓർ ഇഫ് ഹി ഹാഡ് ഗോൺ, അദ്ദേഹം അവിടെ നിന്ന് പോയൊന്നും അറിയില്ല. ബട്ട് സഡൻലി ഹീ സ്പോക്ക് അഗെയിൻ, പെട്ടെന്ന് തന്നെ ആ ഓഫീസറോട് സംസാരിക്കുകയാണ്. യു മസ്റ്റ് ഹാങ് ഓൺ, ഡു യു ഹിയർ. ആ ഓഫീസർക്ക് ഇയാളോട് എന്തോ ഒരു അനുകമ്പ ഉണ്ട്, ഒരു സിമ്പതി ഉണ്ട്, കാരണം ഇയാളൊരു പിയാനൊക്കെ വായിക്കുന്ന ഒരാളാണ്. ഈ ഒരു ഓഫീസർക്ക് അദ്ദേഹത്തിൻ്റെ ജർമ്മൻ പട്ടാളം ചെയ്യുന്നതിനോട് ഒരിക്കലും താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു ജൂതനായുള്ള ആളെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹത്തോട് പറയാണ്, യു മസ്റ്റ് ഹാങ് ഓൺ, നീ നിർബന്ധമായിട്ട് ഇവിടെ പിടിച്ചു നിൽക്കണം, ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നീ ഇവിടെ നിൽക്കണം. ഡു യു ഹിയർ, നീ കേൾക്കുന്നുണ്ടോ എന്ന് ആ ശബ്ദത്തിലൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഹിസ് വോയിസ് സൗണ്ടഡ് ഹാർഷ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം വളരെ കഠിനമായിരുന്നു. ആൾമോസ്റ്റ് ആസ് ഇഫ് ഹി വർ ഗിവിങ് എൻ ഓർഡർ, ഒരു ഓർഡർ തരുന്ന പോലെ. കൺവിൻസിങ് മീ ഓഫ് ഹിസ് അൺയീൽഡിങ് ബിലീഫ് ദാറ്റ് ദ വാർ വുഡ് എൻഡ് വെൽ ഫോർ അസ്. അദ്ദേഹത്തിൻ്റെ കാഠിന്യമായുള്ള ശബ്ദത്തിൽ ഒരു ഉത്തരവ് നൽകുന്ന പോലെയാണ് പറയുന്നത്. അതായത് യുദ്ധം ഞങ്ങൾക്ക് നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ കഴിയുന്ന അദ്ദേഹത്തിന് ഉറച്ച വിശ്വാസമുണ്ട്. അത് അദ്ദേഹം എന്നെ ബോധ്യപ്പെടുത്തുമായിരുന്നു ആ ഉറച്ച വാക്കുകളിലൂടെ. ഓൺലി ദെൻ ഡിഡ് ഐ ഹിയർ ദ ക്വൈറ്റ് സൗണ്ട് ഓഫ് ദ ആറ്റിക് ഡോർ ക്ലോസിങ്. അപ്പോൾ മാത്രമാണ് ഞാൻ ഒളിച്ചിരിക്കുന്ന ആ ഒരു മുറിയുടെ വാതിൽ അടയ്ക്കുന്ന ശബ്ദം കേട്ടത്. മൊണോട്ടണസ് ഹോപ്പ്ലെസ് വീക്സ് പാസ്ഡ് ബൈ. വിരസവും നിരാശാജനകവുമായിട്ടുള്ള ആഴ്ചകൾ കടന്നുപോയി എന്ന് പറയണം. ഐ ഹേർഡ് ലെസ് ആൻഡ് ലെസ് ആർട്ടിലറി ഫയർ. ആർട്ടിലറി എന്ന് വെച്ചാൽ വലിയ തോക്കുകളാണ്, യുദ്ധത്തിനൊക്കെ ഉപയോഗിക്കുന്ന തോക്കുകളുടെ വെടിവെപ്പ് ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട് പറയണം. ദർ വർ ഡേയ്സ് വെൻ നോട്ട് എ സിംഗിൾ ഷോട്ട് ബ്രോക്ക് ദ സൈലൻസ്. അപ്പോൾ ഒരു വെടി പോലും നിശബ്ദതയെ ഭേദിക്കാത്ത ദിവസങ്ങൾ ഉണ്ടായില്ല എന്ന് പറയണം, എന്നും വെടിവെപ്പ് ഉണ്ടായിരുന്നു. സോൾജേഴ്സ് വെൻറ്റ് അപ്പ് ആൻഡ് ഡൗൺ ദ സ്റ്റെയർസ്. ഈ സ്റ്റെയർ വഴി പട്ടാളക്കാരിങ്ങനെ മുകളിലോട്ട് കയറി വരുന്നുണ്ട്, താഴത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. കാരണം അവരൊരിക്കലും എന്നെ കണ്ടെത്താൻ പറ്റുന്നില്ല, കാരണം ഞാനൊരു രഹസ്യ അറയിൽ ഒളിച്ചിരിക്കുകയാണ്. സോൾജേഴ്സ് വലിയ പാക്കറ്റുകളായിട്ട് ഈ ഒരു ആറ്റിക് റൂമിൽ തട്ടുംപുറത്തേക്ക് വരുന്നുണ്ട്. ആൻഡ് ഫെച്ചിങ് അതേഴ്സ് ഡൗൺ, തട്ടുംപുറത്തേക്ക് കൊണ്ടുവരികയും താഴത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. വളരെ രഹസ്യമായിട്ടൊരു അറയുണ്ട്. ആ അറ കണ്ടെത്തി തന്നത് നേരത്തെ വന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം ഒരാളുടെ ശ്രദ്ധ കിട്ടാത്തൊരു അറയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇദ്ദേഹത്തെ അവിടെ താമസിപ്പിക്കുന്നത്. ബട്ട് മൈ ഹൈഡിങ് പ്ലേസ് വാസ് വെൽ ചോസൺ. അതായത് എൻ്റെ ഒളിത്താവളം നന്നായി തിരഞ്ഞെടുക്കപ്പെട്ടതായിരുന്നു പറയുകയാണ്. നോ വൺ എവർ തോട്ട് ഓഫ് സെർച്ചിങ് ദ ലോഫ്റ്റ്. ഒരാളും മേൽത്തട്ട് അല്ലെങ്കിൽ ഞാനിരിക്കുന്ന ആ ഒരു ഒളിവ് കേന്ദ്രം തിരയാൻ പോലും ചിന്തിച്ചിട്ടില്ല, അത്രയും സുരക്ഷിതമായിരുന്നു എന്ന് പറയണം. ഓൺ 12th ഡിസംബർ ദ ഓഫീസർ കെയിം ഫോർ ദ ലാസ്റ്റ് ടൈം. അങ്ങനെ ഒരു ഡിസംബർ 12 ഉദ്യോഗസ്ഥൻ അവിടെ അവസാനമായിട്ട് വരികയാണ്. ഹി ബ്രോട്ട് മീ എ ലാർജർ സപ്ലൈ ഓഫ് ബ്രെഡ് ദാൻ ബിഫോർ ആൻഡ് വാം എയ്ഡഡ് ഡൗൺ. അപ്പോൾ അദ്ദേഹം എനിക്ക് മുമ്പ് കൊണ്ടുവരുന്നതിനേക്കാൾ വലിയ റൊട്ടി ഇപ്രാവശ്യം കൊണ്ടുവന്നു എന്ന് പറയണം. കൂടാതെ വളരെ വാമായിട്ടുള്ള നല്ല ചൂടുള്ള എയ്ഡഡ് ഡൗൺ എന്ന് വെച്ചാൽ പഞ്ഞി കൊണ്ടുള്ള മെത്തയാണ്. അപ്പോൾ ഒരുപാട് റൊട്ടി കൊണ്ടുവന്നു, കിടക്കാനായിട്ടൊരു ബെഡ് കൊണ്ടുവന്നു. അപ്പോൾ എനിക്ക് ആവശ്യത്തിനധികമുള്ള റൊട്ടിയും അതുപോലത്തെ കിടക്കാനുള്ള മെത്തയും കൊണ്ടുവന്നു അദ്ദേഹം. ഹി ടോൾ മീ ദാറ്റ് ഹി വാസ് ലിവിങ് വാസോ വിത്ത് ഹിസ് ഡിറ്റാച്ച്മെൻറ്റ് ആൻഡ് ഐ മസ്റ്റ് ഓൺ നോ അക്കൗണ്ട് ലോസ് ഹാർട്ട്. എന്നിട്ട് അദ്ദേഹം എന്നോട് പറയാണ് അദ്ദേഹത്തിൻ്റെ സൈന്യത്തോടൊപ്പം വാർസോ വിടുകയാണെന്ന് പറയണം. അപ്പോൾ ഇവിടെ ആകണ്ടായിരുന്ന പ്രതീക്ഷ എന്ന് പറഞ്ഞ ഈ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, അപ്പോൾ അദ്ദേഹം വിട്ടുപോവുകയാണെന്ന് പറയണം. ബട്ട് ഹൗ വിൽ ഐ സർവൈവ് ദ സ്ട്രീറ്റ് ഫൈറ്റിംഗ് ഐ ആസ് ആങ്ഷ്യസ്ലി. അപ്പോൾ സ്പിൻമാൻ ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെയാണ് തെരുവ് യുദ്ധത്തിൽ അതിജീവിക്കുക എന്ന് ചോദിക്കുകയാണ്. ഐ ആസ്ഡ് ആങ്ഷ്യസ്ലി, വളരെ ആകാംക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്.
ഇഫ് യു ആൻഡ് ഐ ഹാവ് സർവൈവ്ഡ് ദിസ് ഇൻഫെർണോ ഫോർ ഓവർ 5 years, he replied, it's obviously God's will for us to live. ഇൻഫെർണോ എന്ന് വെച്ചാൽ നരകം എന്നാണ് അർത്ഥം. അപ്പോൾ പറയാണ്, ഇഫ് യു ആൻഡ് ഐ ഹാവ് സർവൈവ്ഡ് ദിസ് ഇൻഫെർണോ ഫോർ ഓവർ 5 years, നിങ്ങളും ഞാനും 5 വർഷത്തിലധികം ഈ ഒരു നരകത്തിൽ അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം മറുപടി പറയാണ്, ഇറ്റ്സ് ഒബ്വിയസ്ലി ഗോഡ്സ് വിൽ ഫോർ അസ് ടു ലിവ്. അത് തീർച്ചയായിട്ടും വ്യക്തമായിട്ടും ദൈവഹിതമാണ് നമ്മളിവിടെ ജീവിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമെന്ന് പറയണം. We had already said goodbye and he was about to go when an idea came to me at the last moment. അങ്ങനെ അദ്ദേഹം എന്നോട് യാത്ര പറഞ്ഞു പോകുന്ന സമയത്ത് പെട്ടെന്ന് അവസാന നിമിഷം എനിക്കൊരു ആശയം, എൻ്റെ മനസ്സിലൊരു ഐഡിയ വന്നു. എന്താണ്? I had long been racking my brains for some way of showing him my gratitude. അപ്പോൾ അദ്ദേഹം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. കൃത്യമായിട്ട് ഒളിച്ചിരിക്കാൻ ഒരു സ്ഥലം കണ്ടെത്തി തന്നു, ഭക്ഷണം തന്നു, അതുപോലെ തന്നെ കിടക്കാനായിട്ട് ബെഡ് കൊണ്ടുവന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിന് നന്ദി കാണിക്കേണ്ട ഒരു മാർഗ്ഗം വളരെ കാലമായിട്ട് ഞാൻ അങ്ങനെ ആലോചിച്ച് വെക്കുകയായിരുന്നു. ലിസൺ, കേൾക്കുന്നു പറയണം. ഐ ടുക്ക് ഹിസ് ഹാൻഡ്, ഞാൻ എന്ത് ചെയ്തു, ആ ഉദ്യോഗസ്ഥൻ്റെ കൈ പിടിച്ചു. ആൻഡ് ബിഗാൻ സ്പീക്കിംഗ് അർജൻറ്റ്ലി, വളരെ വേഗത്തിൽ ഞാൻ സംസാരിക്കാൻ തുടങ്ങി. ഐ നെവർ ടോൾഡ് യു മൈ നെയിം, ഞാൻ എൻ്റെ പേര് നിങ്ങളോട് ഞാൻ അതുവരെ പറഞ്ഞിട്ടില്ല. യു ഡിഡിൻ ആസ്ക് മീ, നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുമില്ല. ബട്ട് ഐ വാണ്ട് യു ടു റിമെമ്പർ ഇറ്റ്, പക്ഷേ നിങ്ങളത് ഓർക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹു നോസ് വാട്ട് മേ ഹാപ്പൺ, ഇപ്പോൾ ആർക്ക് എന്ത് സംഭവിക്കുന്ന ആർക്കറിയാമെന്ന് പറയണം. അപ്പോൾ ഈ ഒരു അപകടം മുന്നിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഏത് നിമിഷവും താൻ കൊല്ലപ്പെടാമെന്നുള്ള ഒരു വ്യഗ്രതയിൽ നമ്മുടെ സ്പിൽമാന് അദ്ദേഹത്തിനോട് തൻ്റെ ആ ഒരു കടപ്പാട് കാണിക്കുകയാണ്. യു ഹാവ് എ ലോങ് വേ ടു ഗോ ഹോം, നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാനായിട്ട് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. ഇഫ് ഐ സർവൈവ്, ഞാൻ അതിജീവിക്കുകയാണെങ്കിൽ, ഐ വിൽ സർട്ടൺലി ബി വാക്കിംഗ് ഫോർ പോളിഷ് റേഡിയോ അഗെയിൻ, അങ്ങനെ ഞാൻ അതിജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോളിഷ് റേഡിയോയിൽ ഞാൻ വീണ്ടും ജോലി ചെയ്യുമെന്ന് പറയണം. ഐ വാസ് ദർ ബിഫോർ ദ വാർ, യുദ്ധത്തിന് മുമ്പ് ഞാൻ അവിടെയായിരുന്നു. ഇഫ് എനിത്തിങ് ഹാപ്പൻസ് ടു യു, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഇഫ് ഐ ക്യാൻ ഹെൽപ്പ് യു ദെൻ ഇൻ എനി വേ, എനിക്ക് നിങ്ങളെ ഏതൊക്കെ തരത്തിൽ സഹായിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ഞാൻ നിങ്ങളെ സഹായിക്കാം. റിമെമ്പർ മൈ നെയിം, നിങ്ങൾ എൻ്റെ പേര് ഓർമ്മിച്ചു വയ്ക്കൂ. സ്പിൽമാൻ, പോളിഷ് റേഡിയോ, എൻ്റെ പേര് സ്പിൽമാൻ എന്നാണ്. പോളിഷ് റേഡിയോയിലാണ് ഞാൻ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹി സ്മൈൽഡ് ഹിസ് യൂഷ്വൽ സ്മൈൽ, ഇത് കേട്ട് അദ്ദേഹം തൻ്റെ പതിവ് പോലെ പുഞ്ചിരിച്ചു ആ ഉദ്യോഗസ്ഥൻ. ഹാഫ് ഷൈ ആൻഡ് എംബാസ്ഡ്, അപ്പോൾ പകുതി ലജ്ജയോട് കൂടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ പുഞ്ചിരിച്ചത്. ബട്ട് ഐ ഫെൽറ്റ് ഐ ഹാഡ് ഗിവൺ ഹിം പ്ലഷർ വിത്ത് മൈ നെയ്വ് വിഷ് ടു ഹെൽപ്പ് ഹിം, എൻ്റെ ആ ഒരു നന്ദി ഞാൻ അദ്ദേഹത്തെ അറിയിച്ചപ്പോൾ, എങ്ങനെയുള്ള നന്ദിയാണ്? നെയ്വ് എന്ന് വെച്ചാൽ നിഷ്കളങ്കമായുള്ള ആ ഒരു നന്ദി ഞാൻ അദ്ദേഹത്തെ അറിയിച്ച സമയത്ത് അദ്ദേഹത്തിന് അതിയായ സന്തോഷം തോന്നിയെന്ന് പറയണം. ഈ ഒരു ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം.